മാത്രമേ കേരളത്തിനകത്തുള്ള സാധാരണക്കാരായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഞങ്ങളെ വെറുതെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും നന്നായിട്ട് കേൾക്കാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള തെറികളൊക്കെ ഞാനന്ന് കേട്ടു. എനിക്കത് ഒത്തിരി വേദനയുണ്ടായി. ഇത് മറ്റേ ഫോട്ടോ കൊച്ചിൽ പാപ്പാഞ്ഞിയില്ലേ, പാപ്പാഞ്ഞി എന്ന് പറഞ്ഞ പരിപാടിയില്ലേ ഫോട്ടോ കൊച്ചിൽ ന്യൂ ഇയറിന്. അപ്പം അത് ഉണ്ടാക്കിയ കലാകാരന്മാരെ രാത്രി അവരത് ലാഡർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പോലീസ് അവരുടെ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒരുമിച്ചായിരുന്നു. അപ്പോൾ സദാചാര പോലീസാണോ എന്തോ പോലീസ് അവരെ ആക്രമിച്ചു. അപ്പം അതിൽ പ്രതിഷേധിച്ചുള്ള പ്രകടനം. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ലിസ അടക്കമുള്ള സുഹൃത്തുക്കൾ, ഇവരാണ് ആക്രമിക്കപ്പെട്ടത്. ജി വേണു എന്ന് പറയുന്ന ഇവരുടെ സുഹൃത്ത്, ഇവരുടെ ഓഫീസർ റാങ്കിലുള്ള ഒരാൾ വളരെ ക്രൂരമായി മോറൽ പോലീസിംഗ് നടത്തിയിരിക്കുകയാണ്. ഈ വർഷം പപ്പാനിയെ ഉണ്ടാക്കി 12 മണിക്ക് പപ്പാനിയെ കത്തിച്ചതിന് ശേഷം ഞങ്ങളുടെ പപ്പാനിയെ ഉണ്ടാക്കാൻ കൊണ്ടുവന്ന ഞങ്ങളുടെ ലാഡറും അതുപോലുള്ള വെൽഡിംഗ് മിഷൻ മറ്റുള്ള ഉപകരണങ്ങളുമായിട്ട് തിരിച്ച് ആ 10,000-കണക്കിന് ആളുകൾ പിരിഞ്ഞു പോകുന്നത് വരെ ആ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യുകയും ഏകദേശം 1:30-ക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ടൂൾസുമായിട്ട് തിരിച്ച് പുറത്തു പോകുമ്പോൾ രാവിലെ മുതൽ വർക്കിന്റെ തിരക്കിലായതുകൊണ്ട് ആരും തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഏകദേശം ഒരു 1:30 എല്ലാ തിരക്കും കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിന് മുമ്പിൽ എത്തുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ 2 സുഹൃത്തുക്കൾ മുമ്പോട്ട് നടന്നുപോയി. അപ്പൊ അവരെ വിളിക്കാനായിട്ട് ഒരു സുഹൃത്തിനെ വിട്ടു. അവരെ വിളിച്ചിട്ട് പോകാൻ നമുക്ക് അവർക്കും കൂടി ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. ആ സുഹൃത്തിനെ വിളിച്ച് അവർ 3 പേരുമായിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ വെച്ചിരുന്ന പോലീസ് തടയുന്നത്. തടഞ്ഞിട്ട് ലിസയെയും നവീനെയാണ് അത് തടഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അവർ കൃത്യമായിട്ടും പറഞ്ഞു, ഞങ്ങൾ പപ്പാനീനെ ഉണ്ടാക്കിയ കലാകാരന്മാരാണ്, ഞങ്ങൾ പപ്പാനീനെ ഉണ്ടാക്കിയതിന്റെ ടൂൾസുമായിട്ട് തിരിച്ച് പിന്നാലെ ഓഫീസായിട്ട് പോകുന്ന വഴിയാണ്. ഇപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുഹൃത്തുക്കളുടെ ഷോപ്പിൽ നിൽക്കൊണ്ട് അവരെ എടുത്തിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഈ ഷോപ്പ് ഏകദേശം 15 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ചെയ്തു. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ട്. അപ്പൊ ഇവരെ രണ്ടുപേരും തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾക്ക് വീട്ടിലുള്ള ഭക്ഷണം, പിന്നെ ഈ പെൺകുട്ടിയോട് പറഞ്ഞൊന്നും പുറത്തു പറയാൻ പറ്റില്ല, അതുപോലെയുള്ള തെറികളായിരുന്നു ആ പോലീസിന്റെ കൂട്ടത്തിൽ നിന്ന് വന്നത്. അതിനുശേഷം സാർ ഞങ്ങൾ അടുത്ത ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾ പപ്പായ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ കായ് ചുരുട്ടി കരഞ്ഞെത്തുന്നത് നല്ലൊരു അടിയാണ് കൊടുത്തത്. അപ്പൊ തല്ലല്ലേ എന്ന് പറഞ്ഞ് 2 പേര് വാവിട്ട് കറിയപ്പോഴും ആ പെൺകുട്ടിയുടെ ലിസയുടെ മുമ്പിൽ വെച്ചിട്ടാണ് മനുവിനെ മർദ്ദിക്കുകയുണ്ടായി. ഇവർ 2 പേരും മർദ്ദിക്കിനെ കണ്ടിട്ട് ആ ഹോട്ടലുണ്ടായിരുന്ന ഞങ്ങളെല്ലാവരും കൂടെ ഓടിച്ചെന്നിട്ട് ഇതേ ഡ്രസ്സിൽ തന്നെയായിരുന്നു ഞാൻ ഓടിച്ചെന്നത്. പപ്പാനിയെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഇട്ടത് ഈ ഡ്രസ്സ് തന്നെയായിരുന്നു. ഈ ഡ്രസ്സിൽ തന്നെ ഞങ്ങൾ ഓടിച്ചിട്ട് ഞങ്ങൾ തല്ലരുത്, ഞങ്ങൾ പപ്പാനിയെ ഉണ്ടാക്കിയവരാണ്, ഞങ്ങൾ ആളറിയാതെ തല്ലുവാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അതുപോലെ നീ ആരാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്റെ മുടിയെ കുഴിച്ചു പിടിക്കുകയും മറ്റേയാള് സജീവൻ സാർ എന്നെ രാത്രി കൊണ്ട് എന്നെ നെഞ്ചത്ത് മർദ്ദിക്കുകയും ചെയ്തു. ഒന്നിലധികം കാശും കുത്തി. നമ്മൾ പല വർഷം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അവരുടെ കരുത്തിനടുത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളെ നിസ്സാരമായിട്ട് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ആ കരയിലുണ്ടായിരുന്ന ചേട്ടന്മാർ ഓടി വരികയും ഞങ്ങളെ വട്ടം പൊതിഞ്ഞു നിർത്തി ആ തല്ലിൽ നിന്ന് രക്ഷപ്പെടുത്തി കരയെ കൊണ്ട് നിർത്തുകയുണ്ടായിരുന്നത്. മാത്രമേ കേരളത്തിനകത്തുള്ള സാധാരണക്കാരായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പൊതുയിടങ്ങളിൽ സ്വസ്ഥമായിട്ട് അവരുടെ ജീവിതം തീർക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നിങ്ങൾ ജീവിതത്തിൽ. ഇങ്ങനെ കൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ മറ്റു മനുഷ്യരെ ബഹുമാനിക്കാനായിട്ട് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ സംഘടിപ്പിക്കുക എല്ലാ കലാകാരന്മാർക്കും
ഓടി ഓടിക്കുന്ന ഭിന്നലിംഗക്കാരായ സുഹൃത്തുക്കളുണ്ട്. LGBT ചങ്ങാതിമാർ